ഭൂനികുതി വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കില്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ശതമാനം പറയുമ്പോൾ വലിയ തുകയായി തോന്നും. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാലാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയതെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. അത് അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായി വരുന്നതല്ല. നമ്മൾ ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നാം 50% വലിയ വർധനയാണ് വന്നത്. ആ റേറ്റ് 2.5 സെന്റിന് 5 രൂപയായിരുന്നു ഒരു വർഷം അടയ്ക്കേണ്ടത്. അത് 7.5 രൂപയായി. പെർസെൻറ്റേജ് പറഞ്ഞാൽ 50%. എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് ഇത്രയും വെട്ടിക്കുറച്ചിട്ടില്ല. അതിനുശേഷം രണ്ടാമത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ വാശിപൂർവ്വമായി വെട്ടിക്കുറവ് വരുത്തി. അതിനെ നേരിട്ടുകൊണ്ടാണ്. എന്നാലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോയാലും നമ്മൾ പരമാവധി അത് അഡ്വാൻസ് ചെയ്ത് പോകും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആദ്യം ഇത് കൊടുക്കുക, 3000 കോടിയും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഉത്തരവാദിത്തമാണ്. അത് കൊടുത്തു തീർക്കും. ബാക്കി കാര്യങ്ങൾ അതിന് അപ്പം തന്നെ ആലോചിക്കും.